ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈവനിങ് എനിക്ക് ക്ലാസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ് വൈകുന്നേരം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് കണ്ടാൽ മതി. അപ്പം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ ടീച്ചർ എടുത്ത ക്ലാസ് ആണ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പം ഫസ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആക്ടിവിറ്റീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, മേ ബി ചോദിക്കാം. പക്ഷെ അത്രേ ടഫായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പക്ഷെ ജസ്റ്റ് മാഗ്നറ്റ് വെച്ച് നീഡിലിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്, ദെൻ ഒരു പിക്ചറിൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി മാത്രമാണ്. അപ്പം അതിൽ നിന്നൊക്കെ കൺക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ടീച്ചർ പറയുന്നത്. അതായത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണ്, അട്രാക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അയേൺ നെയിൽ, നിങ്ങൾക്കറിയാം അയേൺ നെയിൽ, ദെൻ പേപ്പർ ക്ലിപ്പുകളൊക്കെ അട്രാക്ട് ചെയ്യും. ദെൻ സേഫ്റ്റി പിൻ, നമ്മുടെ പിന്നെ നീഡില് ഇതൊക്കെ അട്രാക്ട് ചെയ്യും. പിന്നെ സ്ക്രൂ, അങ്ങനെയുള്ള മെറ്റാലിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുക. എന്നാൽ പ്ലാസ്റ്റിക്, പേപ്പർ, അത് എറേസർ, ഇതൊന്നും എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ നമുക്ക് എന്ത് വിളിക്കാം, മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കാം. സോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റ്സ്. നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റ്. ഏതൊക്കെ വരും? അയേൺ, നിക്കൽ, കൊബാൾട്ട്, ദീസ് ആർ ഓൾ സബ്സ്റ്റൻസസ് വിച്ച് ആർ നോൺ ആസ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ആൻഡ് ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലാണ്ട് ഈ മാഗ്നറ്റുകളെ അട്രാക്റ്റ് ചെയ്യാത്ത കുറച്ച് സബ്സ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ സബ്സ്റ്റൻസുകളൊന്നും തന്നെ എന്ത് ചെയ്യില്ല, മാഗ്നറ്റ് എത്ര അടുത്ത് കൊണ്ടുവച്ചാലും ദേ വോണ്ട് അട്രാക്ട്. സോ ദേ ആർ നോൺ ആസ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഒരു പാർട്ടിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫോഴ്സസ് അറ്റ് ദി പോൾസ് എന്നാണ്. അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോൾ എന്ന് പറഞ്ഞാൽ എവിടെയായിട്ടാണ് വരിക? ദാ ഈ എൻഡിലാണ്. ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ എൻഡിലാണ് വരിക. ഈ എൻഡിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഈ നമ്മളൊരു അയേൺ നെയിൽ കൊണ്ടുവച്ചാൽ അത് ഇവിടെ അട്രാക്ട് ചെയ്യുന്നതിലും കൂടുതലായിട്ട് എവിടേക്ക് അട്രാക്ട് ചെയ്യുക, ഈ ഒരു നമ്മുടെ പോൾസിലാണ് അട്രാക്ഷൻ കൂടുതൽ ഉണ്ടായിരിക്കുക. സോ ഈ ഒരു അട്രാക്ഷൻ കൂടുതലുള്ള, സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള നമ്മുടെ മാഗ്നറ്റിന്റെ ഈ ഒരു എൻഡിനെയാണ് നമ്മൾ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുക. വി ഹാവ് ടു പോൾസ്, ദാറ്റ് ഈസ് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ലേറ്റർ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ മാഗ്നറ്റിക് പോൾസിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങർ അട്രാക്ഷൻ ഉണ്ടായിരിക്കുക. ആ ഒരു ഭാഗത്താണ് എന്ത് കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു പേജിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഇനി ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചിട്ടാണ് ടീച്ചർ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു മാഗ്നറ്റ് എടുത്തു. ഓക്കെ, ഇവിടെ ഒരു നീഡിലുണ്ട്. ഓക്കെ, ഒരു നീഡിലുണ്ട്. നമ്മൾ ഈ നീഡില് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ മാഗ്നറ്റ് നീഡിലിനെ അട്രാക്ട് ചെയ്യുക. അപ്പം ദാറ്റ് മീൻസ് ഈ മാഗ്നറ്റിന് ചുറ്റുമായിട്ട് ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയുടെ ഉള്ളിലേക്ക് ഈ നീഡിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് അട്രാക്ട് ചെയ്യുള്ളൂ, മാഗ്നറ്റ് നീഡിലിനെ അട്രാക്ട് ചെയ്യുള്ളൂ. സോ ആ ഒരു ആ ഏരിയനെയാണ്, ആ ഒരു റീജിയനെയാണ് നമ്മൾ പറയുക മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. സോ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ആ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ അറൗണ്ട് ദി, എവിടെയുള്ള റീജിയനാണ്? മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ആ ഒരു റീജിയനെയാണ് ഏത് റീജിയനെ? ഈ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ കഴിയുമോ?
ഇല്ല, അത് ഇൻവിസിബിൾ ആണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്കത് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഇവിടെ ഫീൽഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇവിടെയുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻ പഠിച്ചു വയ്ക്കണം. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. നോക്കൂ, ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്ക് നോക്കൂ. നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഫീൽഡ് ലൈൻസ് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ ആ ഫോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു നീഡിൽ കയ്യിൽ വെച്ചുകൊണ്ട് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് അത് അട്രാക്ട് ചെയ്യും. ആ പോയിന്റ് എവിടെയാണോ നമ്മുടെ അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ഏരിയ, ചുറ്റുമുള്ള ഏരിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കണം കേട്ടോ. ഇത് വരയ്ക്കാൻ പഠിക്കണം, എല്ലാം പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാഗ്നറ്റിൻ്റെ മേക്കിംഗ് എ മാഗ്നറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? മാഗ്നറ്റ് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്? സോ മാഗ്നറ്റ് നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. സോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് അലോയ്സ് ആണ് ഉപയോഗിക്കുക. അലോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സങ്കര ഇനം എന്നൊക്കെ പറയും. അപ്പോൾ അത് അലോയ്സ് എന്ന് പറയും. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് അൽനിക്കോ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അൽനിക്കോ. അൽനിക്കോ എന്ന് പറഞ്ഞാൽ അതിൽ 3 ആൾക്കാരുണ്ട്. അതൊക്കെയാണ് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് സർട്ടൻ പെർസെൻറ്റേജിൽ ഓരോന്നും എടുത്ത് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന അലോയാണ് അൽനിക്കോ. അപ്പം ഈ അൽനിക്കോ യൂസ് ചെയ്തിട്ട് നമ്മൾ മാഗ്നറ്റ് നിർമ്മിക്കാറുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സമേറിയം എന്ന് പറയുന്ന മെറ്റൽ, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, ദെൻ നിയോഡീമിയം. ഇതും നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. മീൻസ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇതും പഠിക്കണം, അൽനിക്കോ പഠിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഏതാണെന്ന് ചോദിച്ചാൽ നിയോഡീമിയം ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. സോ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോഡീമിയം. ഓക്കെ, അപ്പം അത്രയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാഗ്നറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് വരുന്നത് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണ്. ഷേപ്പിനനുസരിച്ച് പലതരത്തിലുള്ള മാഗ്നറ്റ് അവൈലബിൾ ആണ്. ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ് ഉണ്ട്, സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ മാഗ്നറ്റിക് നീഡിൽ, നമ്മൾ കോമ്പസ് നീഡിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ദിശ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിലുള്ള മാഗ്നറ്റിക് നീഡിൽ, ദെൻ ഓവൽ മാഗ്നറ്റ് ഉണ്ട്, ദെൻ യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്, ഡിസ്ക് മാഗ്നറ്റ് ഉണ്ട്, അതേപോലെ റിംഗ് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. തന്നിട്ടുള്ളത് ഏത് മാഗ്നറ്റ് ആണെന്ന് ചോദിച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ദെൻ ഇതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. പോൾസിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെല്ലാം അട്രാക്ട് ചെയ്യാനുള്ള പവർ കൂടുതൽ എവിടെയാണ്? ഈ പോൾസിലാണ്, എൻഡിലാണ് കേട്ടോ, എൻഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ് 2 പോൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പോളുകളെല്ലാം എങ്ങനെയാണ് എർത്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പോവാണ്. ദ പോൾ ഓഫ് ദി മാഗ്നറ്റ് പോയിന്റ് ടുവേർഡ്സ് ദി എർത്തിൻ്റെ നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ആ എൻഡിനെ നോർത്ത് പോൾ എന്നും, എർത്തിൻ്റെ സൗത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പോളിനെ സൗത്ത് പോൾ എന്നുമാണ് വിളിക്കുക. നമ്മൾ NS എന്നാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ചിലപ്പോൾ നോർത്ത് സൗത്ത് എന്നൊന്നും കാണിക്കില്ല. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് കാണും. വൈറ്റ് സ്പോട്ട് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ആ വൈറ്റ് സ്പോട്ട് കണ്ടാൽ മനസ്സിലാക്കുക ആ സൈഡ് നോർത്ത് പോൾ ആയിരിക്കും, അപ്പോൾ മറ്റേ സൈഡ് സൗത്ത് പോൾ ആയിരിക്കും. അത്രയാണ്.
ഓക്കെ, അതൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. മാഗ്നറ്റിക് പോൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു മാഗ്നറ്റ് ഫ്രീലി ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എപ്പോഴും ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും അത് എങ്ങോട്ടാ ഡയറക്റ്റ് ചെയ്യുക? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, നോർത്ത് സൗത്ത്. ക്ലിയർ ആയോ? അപ്പൊ അത് ആ ഡയറക്ഷൻ ഓർത്ത് വെക്കണം കേട്ടോ. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു ബാർ മാഗ്നറ്റ് എന്താ പറയാ ബ്രേക്ക് ചെയ്തു. നമ്മൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പൊ ബാർ മാഗ്നറ്റിന്റെ പോൾസ് എങ്ങനെയായിരിക്കും? പിന്നെ പോൾസ് ഉണ്ടാവില്ലേ? അതോ പുതിയ പോൾസ് ഉണ്ടാവുമോ? എങ്ങനെയാ പിന്നെ അത് മാഗ്നറ്റ് ആവില്ലേ? ഇങ്ങനെയൊക്കെയാ. അപ്പൊ നമ്മളൊരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാർ മാഗ്നറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അത് പിന്നെ രണ്ടായിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് മാഗ്നറ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കാരണം ബ്രേക്ക് ചെയ്യുന്ന ഭാഗം പിന്നെ എന്തായിട്ട് മാറും? പുതിയ പോളായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് സൗത്ത് ആണെന്ന് നമുക്കറിയാം, അത് സൗത്ത് തന്നെ. അപ്പൊ മറ്റേ എന്തായിട്ട് മാറും? നോർത്ത് ആയിട്ട് മാറും. ഇനി ഇവിടെയാണെങ്കിൽ സെക്കൻഡ് പീസിലാണെങ്കിൽ ഇവിടെ നോർത്താണ്, സോ ഈ ഒരു പാർട്ട് എന്തായിട്ട് മാറും? സൗത്ത് ആയിട്ട് മാറും. അപ്പൊ അത് പുതിയ രണ്ട് മാഗ്നറ്റുകളായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതൊക്കെ ചോദിക്കും കേട്ടോ, എക്സാമിന് ചോദിക്കും. അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പേജ് നമ്പർ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പേജ് നമ്പർ 31 വരെയാണ് പറഞ്ഞത്. ഇനി നമുക്കുള്ളത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് മാഗ്നറ്റിക് കോമ്പസ് എങ്ങനെ നിർമ്മിക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും കേട്ടോ. പിന്നെ നോർത്ത് സൗത്ത് ഡയറക്ഷനെ കുറിച്ചിട്ടൊക്കെ ജിയോ മാഗ്നറ്റിനെ കുറിച്ചാണ് ഇനി അടുത്തുള്ള. അധികമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് വൈകുന്നേരം വന്നിട്ട് കണ്ടാൽ മതി. ക്ലാസ് കഴിഞ്ഞ് വന്ന് കണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു.